എടാ അനീഷേ, ഒരു 5000 റുപ്യ ഒന്ന് സഹായിക്കൂടാ. പെട്ടെന്ന് തിരിച്ചു തരാടാ. ഓ അതെയാ, എന്നാ ശരിയടാ. അല്ല മോനെ, ദാസൻ ഇന്നല്ലേ പൈസ കൊടുക്കേണ്ടത്? അതെനക്കറിയാം. ഓൻ വന്ന് പൈസക്ക് ചോദിക്കുമ്പോ ഇല്ലാന്ന് പറഞ്ഞ ഓൻ പറയുന്നത് മുഴുവൻ ഞാൻ കേൾക്കണ്ടേ മോനെ? അമ്മേ, അല്ലെങ്കിൽ തന്നെ എന്നെ പിടുത്തപ്പെട്ട് വെക്കണം. നിങ്ങൾ അങ്ങോട്ട് പോട്ടെ. നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ ഇപ്പൊ അമ്മ എന്താ മോനെ പറഞ്ഞത്? അല്ലെങ്കിൽ തന്നെ ഞാൻ പൈസ കൂടി ഇടുന്ന നട്ടം തരികയല്ല. അതിനൊക്കെ നിങ്ങളെ ഞാൻ നിന്നോടല്ലാണ്ട് ആരോട് അമ്മനെ പറയാ? നിങ്ങൾക്ക് എന്നോട് പറയാം, ഞാൻ ആരോടാ പറയണ്ടേ? സഹായിക്കാനുള്ള ആളെങ്കിൽ നേരത്തെ അങ്ങ് പോയി. ഇനിയിപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ മോനെ കാര്യം? കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കണ്ടേ? കടം വാങ്ങിയത് അനക്ക് പുട്ടടിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ വീട് ഇങ്ങനെയെങ്കിലും ആക്കി തീർക്കാൻ വേണ്ടി തന്നെയാ. ദാസൻ വന്ന് പൈസക്ക് ചോദിക്കുമ്പോ ഞാൻ എന്താ പറയാ? നിങ്ങളൊന്നും പറയണ്ട. മനുഷ്യനുടെ തലക്ക് തീ പിടിച്ച് നടക്കല. അന്നേരം നിങ്ങളെടുത്തുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് കൊടുക്ക്. ഞാൻ ഇടുന്ന മോനെ? ഇല്ലല്ലോ. എന്നാ പിന്നെ എന്റെ പ്രാന്ത് കുടിപ്പിക്കാൻ എന്റെ മുന്നിൽ അടിച്ച് പോയിക്കോ. ആയിക്കോട്ടെടാ, 5000 10,000 ഒരു പ്രശ്നമില്ല. അയാൾ അടിച്ചങ്ങ് പൊളിക്കാന്ന്. എന്നാ ശരിയാ, ഞാൻ പിന്നെ വിളിക്കാട്ടാ. ആ വിജയേട്ടാ. ആ എന്താ പ്രസാദേ? വിജയേട്ടാ, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. നീ കാര്യം പറയും പ്രസാദേ. വിജയേട്ടാ, എനിക്കൊരു 5000 റുപ്യ വായ്പ വരുവാ. അയ്യോ എന്റെ പ്രസാദേ, ഞാനിപ്പോ ഒരു 10,000 റുപ്യ ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. വല്ലാത്തൊരു കുടുക്കപ്പെട്ടു പോയി. എനിക്ക് നിങ്ങളെ പോലെ സുഹൃത്തുക്കളോടല്ലേ ചോദിക്കാൻ പറ്റൂ. സംഗതി എല്ലാം ശരിയാ, എന്റെ കൈമിൽ പൈസ വേണ്ട മോനെ. ഓ അത് സാരമല്ല വിജയേട്ടാ. എന്നാ ശരിയടാ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എന്ത് ബസ്സേട്ടാ? എങ്ങോട്ടാ? എടാ സുഹൃത്തേ, ഇതിനൊരു 5000 റുപ്യ എടുക്കാൻ ഉണ്ടാവടാ. എന്റെ ബസ്സേട്ടാ, എന്റെ കയ്യിൽ 1000 രൂപ പോലും എടുക്കാനില്ല. എന്നാ ശരിയടാ, ഞാൻ പോട്ടെ. ഓക്കെ ബസ്സേട്ടാ. പിന്നെ 5000 രൂപ വല്ലാണ്ട് കിട്ടിയെന്നെ. മോനെ, അത് 5000 റുപ്യ ഉണ്ട്. അമ്മേ, പെൻഷൻ പൈസ കിട്ടിയപ്പോ അമ്മ മരുന്നൊക്കെ വാങ്ങിയതിന്റെ ബാക്കി മിച്ചം പിടിച്ച പൈസ മോനെ ഇത്. അമ്മേ, ഞാൻ എന്റെ സങ്കടം കൊണ്ട് അമ്മ രാവിലെ അങ്ങനെയെല്ലാം പറഞ്ഞു പോയി. സാരല്ല മോനെ, അമ്മയ്ക്ക് മോനെ മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കടാ മനസ്സിലാവുക? എന്നാലും എന്റെ സുഹൃത്തുക്കൾ നടക്കും എന്നെ കൈവിട്ടില്ല അമ്മേ. എല്ലാവർക്കും എപ്പോഴും സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല മോനെ. കണ്ടിട്ട് പഠിക്കാത്തവൻ കൊണ്ടിട്ട് പഠിക്കൂ.